ഹായ് എവരിവൺ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് MSc മാത്തമാറ്റിക്സിൻ്റെ റിയൽ അനാലിസിസ് എന്നുള്ള പേപ്പറിലെ ഒരു തിയറാണ്. തിയറം 2.33 ഒരു ഇമ്പോർട്ടൻ്റ് ആയ തിയറാണ്. സപ്പോസ് കെ സബ്സെറ്റ് വൈ സബ്സെറ്റ് എക്സ്, ദെൻ കെ ഈസ് എ കോമ്പാക്ട് റിലേറ്റീവ് ടു എക്സ് ഇഫ് ആൻഡ് ഓൺലി ഈഫ് കെ ഈസ് കോമ്പാക്ട് റിലേറ്റീവ് ടു വൈ. അത് കെ എന്നത് വൈയുടെയും വൈ എന്നത് എക്സിൻ്റെയും സബ്സെറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ കെ എന്നത് കോമ്പാക്ട് റിലേറ്റീവ് ടു എക്സ് ആവണമെങ്കിൽ കെ ഈസ് കോമ്പാക്ട് റിലേറ്റീവ് ടു വൈ ആയിരിക്കണം. ആൻഡ് കോൺവേഴ്സ്ലി അതേപോലെ തന്നെ പറയാം. കെ ഈസ് കോമ്പാക്ട് റിലേറ്റീവ് ടു വൈ ആണെങ്കിൽ കെ ഈസ് കോമ്പാക്ട് റിലേറ്റീവ് ടു എക്സ് ആയിരിക്കും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു? സപ്പോസ് ദാറ്റ് കെ ഈസ് കോമ്പാക്ട് റിലേറ്റീവ് ടു എക്സ്. കെ എന്നത് കോമ്പാക്ട് റിലേറ്റീവ് ടു എക്സ് ആണ്. അപ്പോൾ സെറ്റ് കോമ്പാക്റ്റ് ആണെന്ന് പറഞ്ഞ അർത്ഥം എവറി കവർ ഓഫ് കെ ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ എന്നാണ്. ഒരു സെറ്റ് കോമ്പാക്റ്റ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഏത് ഒരു ഓപ്പൺ കവർ എടുത്താലും അതിന് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ റിലേറ്റീവ് ടു എക്സ് ആയതുകൊണ്ട് ഓപ്പണും കവറൊക്കെ ആരായിട്ട് റിലേറ്റീവ് ആവും? എക്സിനോട് റിലേറ്റീവ് ആയിരിക്കും. ദെൻ എവറി ഓപ്പൺ കവർ ഓഫ് കെ റിലേറ്റീവ് ടു എക്സ് ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ. Okay, since K is compact relative to X, then every open cover of K relative to X has a finite subcover. അപ്പോൾ കോമ്പാക്റ്റ് ആയതുകൊണ്ട് ഏതൊരു ഓപ്പൺ കവർ എടുത്താലും അതിന് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാകും. റിലേറ്റീവ് ടു എക്സ് എന്നുള്ള വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കെ ഈസ് കോമ്പാക്ട് റിലേറ്റീവ് ടു എക്സ് എന്നതുകൊണ്ട് എവറി ഓപ്പൺ കവർ ഓഫ് കെ റിലേറ്റീവ് ടു എക്സ് ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ലെറ്റ് വി ആൽഫ be the collection of open sets in Y. Y ആണ് collection of open sets in Y such that K subset union over alpha V alpha. അത് K എന്ന സെറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ കവർ ആണ് കളക്ഷൻ V ആൽഫ. ഓക്കെ, നമുക്ക് കാണിക്കേണ്ടത് K is compact set റിലേറ്റീവ് ടു വൈ എന്ന് കാണിക്കണം. അതായത് കെയുടെ ഓപ്പൺ കവർ റിലേറ്റീവ് ടു വൈ എടുത്താൽ അതിനെന്തുണ്ടാവണം? ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ട് വൈക്കകത്തെ ഒരു ഓപ്പൺ കവർ എടുക്കുകയാണ് കെയുടെ, സച്ച് ദാറ്റ് കളക്ഷൻ വി ആൽഫ സച്ച് ദാറ്റ് കെ സബ്സെറ്റ് യൂണിയൻ ഓവർ ആൽഫ വി ആൽഫ. വൈ എന്ന സെറ്റിനോട് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പൺ കവർ വി ആൽഫ നമ്മൾ എടുത്തു. അതിന് എന്ത് ഉണ്ടായാൽ മതി? ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായാൽ മതി. Then every V alpha can be expressed as V alpha is equal to Y intersection G alpha. അതായത് നമുക്കറിയാം എ സെറ്റ് ഓപ്പൺ റിലേറ്റീവ് ടു വൈ എന്ന് പറയണമെങ്കിൽ, എ സെറ്റ് ഇ ഈസ് ഓപ്പൺ റിലേറ്റീവ് ടു വൈ എന്ന് പറയണമെങ്കിൽ ഇ ഈസ് ഓഫ് ദ ഫോം Y intersection G where G is open in എക്സ്. ഇത് നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്. ഇ എന്ന സെറ്റ് ഓപ്പൺ റിലേറ്റീവ് ടു വൈ എന്ന് പറയണമെങ്കിൽ ഇ ഈസ് ഓഫ് ദ ഫോം വൈ ഇന്റർസെക്ഷൻ ജി വെർ ജി ഈസ് ഓപ്പൺ ഇൻ എക്സ്. അപ്പോൾ അത് പ്രകാരം നമുക്ക് വി ആൽഫ എന്നത് ഓപ്പൺ സെറ്റ്സുകളാണ്. അത് വി ആൽഫ ഈസ് ഓപ്പൺ റിലേറ്റീവ് ടു വൈ. വി ആൽഫ ഈസ് ഓപ്പൺ റിലേറ്റീവ് ടു വൈ മീൻസ് വി ആൽഫ ഈസ് ഈക്വൽ ടു വൈ ഇന്റർസെക്ഷൻ ജി ആൽഫ വേർ ജി ആൽഫ ഈസ് ഓപ്പൺ ഇൻ എക്സ് എന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. എ സെറ്റ് ഇ ഈസ് സെറ്റ് ടു ബി ഓപ്പൺ റിലേറ്റീവ് ടു വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇ ഈസ് ഓഫ് ദ ഫോം വൈ ഇന്റർസെക്ഷൻ ജി വേർ ജി ഈസ് ഓപ്പൺ ഇൻ എക്സ്. അത് പ്രകാരം വി ആൽഫ ഓപ്പൺ സെറ്റ് ഇൻ വൈ ആണ്. അതായത് വി ആൽഫ ഈസ് ഓപ്പൺ റിലേറ്റീവ് ടു വൈ എന്ന് പറഞ്ഞാൽ വി ആൽഫ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വൈ ഇന്റർസെക്ഷൻ ജി ആൽഫ എന്ന് എഴുതാൻ പറ്റും. where G alpha is an open set in X. Okay, V alpha is open in X. Then G alpha be a collection of open sets. So that K subset union over alpha E alpha. കാരണം എന്തുകൊണ്ടാ? നമുക്കറിയാം നമുക്ക് തന്നിട്ടുണ്ട് K subset union over alpha V ആൽഫയാണ് അല്ലേ? അപ്പോൾ നമുക്ക് തന്നത് എന്താണ്? K is a subset of union over alpha V alpha. Therefore, K is a subset of union over alpha V alpha की बारे में कहते हैं Y intersection G alpha. Therefore, K
subset of y intersection union over alpha g alpha. അല്ലെ, എല്ലാത്തിലും y കോമൺ ആണ്, y പുറത്തേക്ക് എടുത്തു. Therefore k is subset of y and k is subset of union over alpha g alpha എന്ന് പറയാൻ പറ്റില്ല. ഇതൊന്ന് ഇന്റർസെക്ഷന്റെ സബ്സെറ്റ് ആണെങ്കിൽ C subset of A intersection B means C subset of A and C subset of B. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് K is a subset of union over alpha V alpha. V alphയ്ക്ക് പകരം നമ്മൾ എന്തെടുത്തു? Y intersection G alpha കൊടുത്തു. എല്ലാത്തിലും y കോമൺ ആയതുകൊണ്ട് y നെ ഔട്ട്സൈഡ് എടുത്തു. സോ K subset Y intersection union over alpha G alpha എന്ന് പറയാൻ പറ്റും. Therefore Y subset K subset Y and K subset union over alpha G alpha. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല, നമ്മളിത് മാത്രം എടുത്തു. Therefore we get K subset union over alpha G alpha where G alpha is open in X. അപ്പോൾ നമുക്കറിയാം K is compact relative to X ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. K is compact relative to X എന്ന് പറഞ്ഞ അർത്ഥം K is compact relative to X എന്ന് പറഞ്ഞ അർത്ഥം there exists a finitely many indices alpha 1, alpha 2, etc. alpha n. That is, there exists a finite open cover. Finite open cover എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ഓപ്പൺ സെറ്റ്സുകളുടെ യൂണിയൻ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം? കെനെ കവർ ചെയ്യാൻ പറ്റണം. അത് നമ്മൾ പേര് കൊടുക്കുകയാണ് ആൽഫ 1, ആൽഫ 2, ആൽഫ 3, etc. ആൽഫ n such that K subset G alpha 1 union G alpha 2 union etc. G alpha n. നമുക്കറിയാം ഒരു K is compact relative to X എന്ന് പറഞ്ഞ അർത്ഥം Kയുടെ ഓപ്പൺ കവറിങ് എക്സ് എടുത്താൽ അതിനെന്തുണ്ടാവും? ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവും. അപ്പോൾ G alpha 1 G alpha എന്നത് ഓപ്പൺ കവർ ഇൻ എക്സ് ആണ്. അപ്പോൾ അതിനെന്തുണ്ടാവും? ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവും. അത് നമ്മൾ എന്ത് പേരെടുത്തു? G alpha 1 G alpha 2 etc. G alpha n such that K subset G alpha 1 G alpha 2 etc. G alpha n. അപ്പോൾ നമുക്കറിയാം K സബ്സെറ്റ് G alpha 1 G alpha 2 etc. G alpha n ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും therefore K is a subset of V alpha 1 union V alpha 2 union etc. V alpha n. എന്തുകൊണ്ടാണ്? കാരണം നമുക്കറിയാം we know that V alpha is equal to Y intersection G alpha. അല്ലേ? therefore ഇതൊരു ഇന്റർസെക്ഷൻ ആണ്. അപ്പോൾ G alphയുടെ സബ്സെറ്റ് ആണെങ്കിൽ ഏതിൻ്റെ സബ്സെറ്റ് ആയിരിക്കും? K എന്നത് G alphയുടെ സബ്സെറ്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും therefore we can say that K subset of V alpha 1 union K subset of K subset of V alpha 1 union V alpha 2 union etc. V alpha n എഴുതാൻ പറ്റും. therefore K is compact relative to Y. K is compact relative to Y എന്ന് പറയാൻ പറ്റും. ഓക്കെ, കാരണം എന്താ ഇവിടെ നമുക്ക് നോക്കാം, ഈ ഇവിടുന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട് ലെറ്റ്സ് ഗിവൺ K is a subset of G alpha 1 union G alpha 2 union etc. G alpha n തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് അറിയാം K സബ്സെറ്റ് Y ആണ്. ഓക്കെ, K സബ്സെറ്റ് Y ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? K സബ്സെറ്റ് K ഇന്റർസെക്ഷൻ Y തന്നെ വരും ഈക്വൽ ടു K ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് പുറത്തും ഇന്റർസെക്ഷൻ Y എടുക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? we get K intersection Y is a subset of Y intersection of G alpha 1 union G alpha 2 union etc. എന്ന് വരും. അപ്പോൾ K intersection Y എന്ന് പറഞ്ഞാൽ K ആണ്. K subset of Y intersection G alpha 1 union Y intersection of G alpha 2 union etc. എന്ന് വരും. ഇത് V alpha 1 V alpha 2 etc. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത് K subset G alpha 1 union G alpha 2 union etc. G alpha n ആണെങ്കിൽ we get K subset of V alpha 1 union V alpha 2 union etc. V alpha n. അപ്പോൾ നമ്മൾ എന്തെടുത്തു? Kനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ കവർ നമ്മൾ കളക്ഷൻ V alpha എടുത്തു. such that K subset of union over alpha V alpha. then we get a collection V alpha 1 V alpha 2 etc. V alpha എന്നുള്ള ഒരു ഫൈനൈറ്റ് കളക്ഷൻ കിട്ടി. such that K subset V alpha 1 union V alpha 2 union etc. V alpha n. So we have
an arbitrary open cover with respect to y. കെയുടെ ആർബിട്രറി ആയ ഓപ്പൺ കവർ ഇൻ y എടുത്തു, അപ്പോൾ അതിനൊരു ഫൈനൈറ്റ് സബ് കവർ കിട്ടി. therefore k is compact relative to y. ഓക്കെ, ഒന്നുകൂടി പറയാം. നമുക്ക് കാണിക്കേണ്ടത് k is compact relative to x ആണെങ്കിൽ k is compact relative to y എന്നാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സപ്പോസ് ചെയ്തു k is compact relative to x. k is compact relative to x എന്ന് പറഞ്ഞാൽ kനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു ഓപ്പൺ കവർ ഇൻ x എടുത്താലും അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവും. അത് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമുക്ക് കാണിക്കേണ്ടത് k is compact relative to y എന്ന് കാണിക്കണം. അതായത് വൈക്കകത്തെ ഏതൊരു ഓപ്പൺ കവർ എടുത്താലും അതിന് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് കാണിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്തെടുത്തു, വൈക്കകത്തെ ഒരു ഓപ്പൺ കവർ കൺസിഡർ ചെയ്തു. ദാറ്റ്സ് കെ സബ്സെറ്റ് യൂണിയൻ ഓവർ ആൽഫ എന്ന വി ആൽഫ എന്നുള്ള ഒരു ഓപ്പൺ സെറ്റുകളുടെ കളക്ഷൻ ചൂസ് ചെയ്തു. അപ്പോൾ വി ആൽഫകളൊക്കെ ഓപ്പൺ ഇൻ വൈ ആണ്. വി ആൽഫ ഓപ്പൺ ഇൻ വൈ ആണെന്ന് വെച്ചാൽ വി ആൽഫ ക്യാൻ ബി റിട്ടൺ ആസ് വി ആൽഫ ഇസ് ഈക്വൽ ടു വൈ ഇന്റർസെക്ഷൻ ജി ആൽഫ എന്ന് എഴുതാൻ പറ്റും നമ്മളെ നേരത്തെ തിയറി പ്രകാരം. therefore ജി ആൽഫ വേർ ജി ആൽഫ ഇസ് ഓപ്പൺ ഇൻ എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, ജി ആൽഫ എന്നുള്ളത് ഓപ്പൺ സെറ്റുകളുടെ കളക്ഷനാണ് സച്ച് ദാറ്റ് കെ സബ്സെറ്റ് യൂണിയൻ ഓവർ ആൽഫ ജി ആൽഫ എന്ന് പറയും. അത് എങ്ങനെയാണ് പറഞ്ഞു വെച്ചാൽ നമുക്ക് കെ സബ്സെറ്റ് യൂണിയൻ ഓവർ ആൽഫ വി ആൽഫയാണ്. വി ആൽഫയ്ക്ക് വരെ നമുക്ക് വൈ ഇന്റർസെക്ഷൻ ജി ആൽഫ കൊടുത്തു, വൈന് നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. സോ വി ഗെറ്റ് കെ സബ്സെറ്റ് വൈ ഇന്റർസെക്ഷൻ യൂണിയൻ ഓവർ ആൽഫ ജി ആൽഫ. therefore വൈ കെ സബ്സെറ്റ് വൈ എന്നും കിട്ടും, കെ സബ്സെറ്റ് യൂണിയൻ ഓവർ ആൽഫ ജി ആൽഫ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മാത്രം എടുത്തു, കെ സബ്സെറ്റ് യൂണിയൻ ഓവർ ആൽഫ ജി ആൽഫ. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട് കെ ഈസ് കോമ്പാക്ട് റിലേറ്റീവ് ടു എക്സ് ആണ്. അത് കെ ഈസ് കോമ്പാക്ട് റിലേറ്റീവ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എവറി ഓപ്പൺ കവർ ഇൻ എക്സ് എടുത്താൽ അതിന് ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവും. അപ്പോൾ ജി ആൽഫ 1 ജി ആൽഫ 2 എക്സെട്ര. ജി ആൽഫ എന്നുള്ളത് ഒരു ഓപ്പൺ കവർ ആണ്. അപ്പോൾ അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവും. അതിന് നമ്മൾ പേര് കൊടുത്തു ജി ആൽഫ 1 ജി ആൽഫ 2 എക്സെട്ര ജി ആൽഫ എൻ സച്ച് ദാറ്റ് കെ സബ്സെറ്റ് ജി ആൽഫ 1 യൂണിയൻ ജി ആൽഫ 2 യൂണിയൻ എക്സെട്ര ജി ആൽഫ എൻ. ഇനി നമുക്കറിയാം കെ സബ്സെറ്റ് എന്താണ്, നമ്മൾ കെ സബ്സെറ്റ് യൂണിയൻ ജി ആൽഫ 1 യൂണിയൻ ജി ആൽഫ 2 യൂണിയൻ എക്സെട്രയാണ്. നമുക്കറിയാം കെ സബ്സെറ്റ് വൈ ആണ്. കെ സബ്സെറ്റ് വൈ ആണെങ്കിൽ കെ ഇന്റർസെക്ഷൻ വൈ ഇസ് ഈക്വൽ ടു കെ. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് പുറത്തും ഇന്റർസെക്ഷൻ വൈ എടുത്തു. നമ്മൾ റൈറ്റ് സൈഡിൽ എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തു. സോ വി ഗെറ്റ് വൈ ഇന്റർസെക്ഷൻ ജി ആൽഫ 1 യൂണിയൻ വൈ ഇന്റർസെക്ഷൻ ജി ആൽഫ 2 യൂണിയൻ എക്സെട്ര എന്ന് കിട്ടി. വൈ ഇന്റർസെക്ഷൻ ജി ആൽഫ 1 എന്ന് പറഞ്ഞാൽ വി ആൽഫ 1, വൈ ഇന്റർസെക്ഷൻ ജി ആൽഫ 2 പറഞ്ഞാൽ വി ആൽഫ 2 എക്സെട്രയാണ്. ലെഫ്റ്റ് സൈഡിൽ കെ ഇന്റർസെക്ഷൻ വൈ എന്താവും, കെ ആവും. സോ വി ഗെറ്റ് ദ റിസൾട്ട് കെ സബ്സെറ്റ് ജി ആൽഫ 1 യൂണിയൻ ജി ആൽഫ 2 യൂണിയൻ എക്സെട്ര ജി ആൽഫ എൻ ഇംപ്ലൈസ് കെ സബ്സെറ്റ് വി ആൽഫ 1 യൂണിയൻ വി ആൽഫ 2 യൂണിയൻ എക്സെട്ര വി ആൽഫ എൻ. അതായത് വി ആൽഫ എന്നുള്ളൊരു ഓപ്പൺ കവർ എടുത്തപ്പോൾ അതിന് ഫൈനൈറ്റ് സബ് കവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. therefore കെ ഈസ് കോമ്പാക്ട് റിലേറ്റീവ് ടു വൈ. നമുക്ക് കോൺവേഴ്സ്ലി പ്രൂവ് ചെയ്യണം. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് കെ ഈസ് കോമ്പാക്ട് റിലേറ്റീവ് ടു വൈ എന്ന് എടുത്തു. അതായത് വൈക്കകത്തെ ഏതൊരു ഓപ്പൺ കവർ എടുത്താലും അതിന് ഫൈനൈറ്റ് സബ് കവർ ഉണ്ട്. ഇനി നമുക്ക് കാണിക്കേണ്ടത് കെ ഈസ് കോമ്പാക്ട് റിലേറ്റീവ് ടു എക്സ് ആണ്. അതായത് എക്സിനകത്തൊരു ഓപ്പൺ കവർ എടുത്താൽ അതിന് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ജി ആൽഫ എന്നുള്ളത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഇൻ എക്സ് സെറ്റ് ദാറ്റ് കെ സബ്സെറ്റ് യൂണിയൻ ഓവർ ആൽഫ ജി ആൽഫ. അതായത് ജി ആൽഫ എന്നുള്ളത് കളക്ഷൻ ജി ആൽഫ എന്നുള്ളത് ഓപ്പൺ കവർ ഇൻ എക്സ് ആയിട്ട് എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിന് ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യാൻ പോകുന്നത് ലെറ്റ് വി ആൽഫ ഇസ് ഈക്വൽ ടു വൈ ഇന്റർസെക്ഷൻ ജി ആൽഫ എന്ന് എടുത്തു. വി ആൽഫ ഈസ് ഓപ്പൺ ഇൻ വൈ ആണ്. കാരണം എന്തുകൊണ്ടാ, ജി ആൽഫകൾ ഓപ്പൺ ആണ്. നമുക്കറിയാം ഇ ഇസ് ഈക്വൽ ടു വൈ ഇന്റർസെക്ഷൻ ജി എന്ന രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ഇ എന്നത് ഓപ്പൺ റിലേറ്റീവ് ടു വൈ ആണ് നമ്മളെ തിയറി പ്രകാരം. അത് പ്രകാരം ജി ആൽഫ എന്നുള്ളത് ഓപ്പൺ ആണ്. ഇന്റർസെക്ഷൻ വൈ കൊടുത്താൽ അതിന് ഈക്വലായ വി ആൽഫകൾ എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. സോ വി ഗെറ്റ് വി ആൽഫ ഈസ് ഓപ്പൺ ഇൻ വൈ എന്ന് പറയാം. സോ വി ആൽഫ ഇസ് എൻ ഓപ്പൺ കവർ ഓഫ് കെ ഇൻ വൈ ആണ് അല്ലേ. കാരണം നമുക്കറിയാം കെ ഇന്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ ആരാ, കെ തന്നെയാണ്. സോ നമുക്കിവിടെ തന്നിട്ടുണ്ട് കെ സബ്സെറ്റ് യൂണിയൻ ഓവർ ആൽഫ ജി ആൽഫ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കെ ഇന്റർസെക്ഷൻ വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് വൈ ഇന്റർസെക്ഷൻ യൂണിയൻ ഓവർ ആൽഫ ജി ആൽഫ എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുക. കെ ഇന്റർസെക്ഷൻ വൈ എന്ന് പറഞ്ഞാൽ കെ ആണ്. സോ കെ സബ്സെറ്റ് വി ആൽഫ യൂണിയൻ ഓവർ ആൽഫ വി ആൽഫ എന്ന് എഴുതാൻ പറ്റും. യൂണിയൻ ഓവർ ആൽഫ
y intersection g alpha. Y intersection g alpha പറഞ്ഞാൽ ആരാ? v alpha. therefore k subset union over alpha v alpha. അപ്പോൾ v alpha എന്നുള്ളത് ഓപ്പൺ കവർ ഓഫ് k in y ആണ്. നമുക്കറിയാം k is open relative to y ആണ്. k is open relative to y means for every open cover in y there exists finite subcover. Finite subcover എന്ന് പറഞ്ഞാൽ finite ആൾക്കാരുണ്ടാവും. വി ആൽഫ 1 വി ആൽഫ 2 അങ്ങനെ വി ആൽഫ എന്നുള്ള 5 സബ് കവർ ഉണ്ടാവും. അതായത് there exist finitely many indices alpha 1 alpha 2 etc alpha n such that k subset v alpha 1 union v alpha 2 union etc v alpha n. ഓക്കെ, നമുക്കറിയാം വി k സബ്സെറ്റ് എന്താണ്? ജി ആൽഫ 1. വി ആൽഫകളൊക്കെ ജി ആൽഫ സബ്സെറ്റ് ആണ്. സോ കെ സബ്സെറ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ വി ആൽഫ 1 വലുതാണ് ജി ആൽഫ 1 അല്ലേ? സോ വി ക്യാൻ ഇവിടെ നമുക്ക് എന്തെടുക്കാം? ഈക്വൽ ടു കെ സബ്സെറ്റ് ജി ആൽഫ 1 യൂണിയൻ ജി ആൽഫ 2 യൂണിയൻ എക്സെട്ര ജി ആൽഫ എന്ന് എഴുതാൻ പറ്റും. കാരണം എന്തുകൊണ്ടാ? വി ഹാവ് വി ആൽഫ 1 ഇസ് എ സബ്സെറ്റ് ഓഫ് ജി ആൽഫ 1. വി ആൽഫ 1 എന്നുള്ളത് ജി ആൽഫ 1 സബ്സെറ്റ് ആണ്. അപ്പോൾ ഓരോന്നിന് പകരം എന്ത് കൊടുത്തു? therefore k is നമുക്ക് എന്ത് കിട്ടി? ജി ആൽഫ എന്നുള്ള ഒരു കളക്ഷൻ ഓഫ് ഓപ്പൺ കവർ ഇൻ എക്സ് എടുത്തപ്പോൾ അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഇൻ എക്സ് കിട്ടി. therefore k is compact relative to x. Thank you.